കൊടുങ്ങല്ലൂരിലാണ് ABC മലയാളം ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ഇന്ന് എത്തി നിൽക്കുന്നത്. സാർ, കൊടുങ്ങല്ലൂരിൻ്റെ രാഷ്ട്രീയം മറ്റു പശ്ചാത്തലങ്ങളിലേക്ക് കടക്കും മുമ്പ് സാർ കൊടുങ്ങല്ലൂരിനെ കുറിച്ച് ഏതാനും ചില വാക്കുകൾ. കൊടുങ്ങല്ലൂർ കേരളത്തിൻ്റെ സംസ്കൃതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. കാരണം കേരളം ഭരിക്കാൻ വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പെരുമാക്കന്മാർ, ചേര ഭരണ വംശത്തിൽ നിന്നുള്ള പെരുമാക്കന്മാരുടെ ഭരണ കേന്ദ്രം ആയിരുന്നു കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിൽ ഈ ഭരണ കേന്ദ്രങ്ങളുടെയൊക്കെ പേര് തളി എന്നായിരുന്നു. ഈ തളി ഇന്ന് കേരളത്തിൽ പേരുള്ള പല സ്ഥലങ്ങളും കാണാം. കോഴിക്കോട് തളി ക്ഷേത്രം. അതെ. അപ്പോൾ തളി പല സ്ഥലത്തും ഉണ്ട്. പട്ടാമ്പിയും. ഇപ്പോൾ കൊടുങ്ങല്ലൂരിൽ തന്നെ കീഴ്ത്തളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. എന്ന് പറഞ്ഞാൽ മുമ്പ് ഈ ഭരണം നടന്നിരുന്ന കേന്ദ്രങ്ങളാണിത്, ക്ഷേത്ര സങ്കേതങ്ങളാണ്. ഈ തളിയിലിരുന്നിട്ടാണ് ഈ കൂടിയാലോചിക്കുന്നത് ഇവർ, ഭരണകേന്ദ്രത്തിലിരുന്നിട്ട് നമ്പൂതിരിമാരൊക്കെ. കീഴ്ത്തളി മഹാദേവ ക്ഷേത്രം ഞാൻ മാസത്തിൽ ഒരിക്കൽ പോകുന്ന സ്ഥലമാണ്. ഈ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രവും ഈ കീഴ്ത്തളി മഹാദേവ ക്ഷേത്രം. കീഴ്ത്തളി മഹാദേവ ക്ഷേത്രം ടിപ്പു സുൽത്താൻ ആക്രമിച്ച് നശിപ്പിച്ച ക്ഷേത്രമാണത്. അപ്പോൾ ഈ കീഴ്ത്തളി മഹാദേവ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അതിൻ്റെ മുമ്പിലൊരു ലാമ്പ്, ഈ കീഴ്ത്തളി മഹാദേവ ക്ഷേത്രം ചെറിയ ക്ഷേത്രമാണത്, ഇപ്പോൾ വലിയ സൗകര്യങ്ങളില്ല. ആ ലാമ്പിൽ മറ്റേ VR സുനിൽകുമാർ സംഭാവന ചെയ്ത് എന്ന് എഴുതി വെച്ചത് ഞാൻ കാണാറുണ്ട്. VR സുനിൽകുമാറാണ് അവിടെ നിന്നുള്ള 2 തവണ MLA. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് കിട്ടിയതാണ് അവിടുത്തെ ഏറ്റവും വലിയ വോട്ട്, 23,893. VR സുനിൽകുമാറിൻ്റെ അച്ഛൻ VK രാജൻ വളരെ പോപ്പുലറായ ടവറിങ് ആയ ഒരു ഫിഗർ ആണ് കൊടുങ്ങല്ലൂരിൽ. കാരണം VK രാജൻ 4 തവണ കൊടുങ്ങല്ലൂരിൽ നിന്ന് CPIയെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തി മന്ത്രിയായി. അകാലത്തിലായിരുന്നു മരണം. കാരണം ആ സമയത്ത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു ടീം ഉണ്ടായിരുന്നത് നമുക്ക് ഓർക്കാം. VK രാജൻ, KP രാജേന്ദ്രൻ, കൃഷ്ണൻ കണിയാമ്പറമ്പിൽ, KP രാജേന്ദ്രൻ, CN ജയദേവൻ, ഇങ്ങനെ അതായത് വലിയ നേതൃനിര തന്നെ. ഈ C അച്യുതമേനോനൊക്കെ ശേഷം. അതുപോലെ തന്നെ മീനാക്ഷി തമ്പാൻ 2 തവണ മത്സരിച്ച് ജയിച്ചത് VK രാജന് ശേഷം. VK രാജൻ ഉണ്ടായിരുന്നെങ്കിൽ VK രാജനെ റീപ്ലേസ് ചെയ്യാൻ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. VK രാജന് ശേഷം ആണ് മീനാക്ഷി തമ്പാൻ വരുന്നത്. മീനാക്ഷി തമ്പാന് ശേഷം KP രാജേന്ദ്രൻ, പിന്നെ സുനിൽകുമാർ. ഇങ്ങനെയാണ് ഒരു CPI കോട്ട ആണ് കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിന് ഈ പശ്ചാത്തലവും മതിലകം എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഇല്ലേ, പഴയ ഭരണത്തിൻ്റെ ഒക്കെ സ്ഥലങ്ങൾ. ഈ തിരുവഞ്ചിക്കുളം പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം, ഇതൊക്കെ ഉണ്ടെങ്കിലും അതൊരു കമ്മ്യൂണിസ്റ്റ് കോട്ട ആയി നിൽക്കുന്നതിൻ്റെ കാരണം അവിടുത്തെ ആദ്യത്തെ MLA ഈ ഗോപാലകൃഷ്ണ മേനോൻ്റെ സ്ഥലം എന്നുള്ള നിലയ്ക്കാണ്. ഈ ഗോപാലകൃഷ്ണ മേനോനാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് MLA എന്ന് പറയുമ്പോൾ. ഇത് നമ്മൾ കാണുന്ന ചരിത്രത്തിൽ 1957 ഈ ഗോപാലകൃഷ്ണ മേനോൻ്റെ ആണെങ്കിലും അദ്ദേഹം അതിന് മുമ്പേ തിരുക്കൊച്ചി കാലത്തുമൊക്കെ MLA ആയിരുന്ന ആളാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് MLA ആണ് അദ്ദേഹം. ജയിലിൽ കിടന്ന് തന്നെ MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളാണ്. ഗോപാലകൃഷ്ണ മേനോൻ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൻ്റെ ഭാഗമാണ്, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് MLA എന്നുള്ള നിലയ്ക്ക് തന്നെ. അപ്പോൾ ഗോപാലകൃഷ്ണ മേനോൻ 57 അവിടെ നിന്ന് ജയിച്ചിട്ട് പിന്നെ 1970 ആണ് അവിടെ നിന്ന്. കാരണം ഇടയ്ക്ക് അബ്ദുൽ ഖാദർ കോൺഗ്രസിൻ്റെ 1960 KC മായൻകുട്ടി മേത്ര കോൺഗ്രസ്, അത് 65 നിയമസഭ ഉണ്ടായിരുന്നില്ലല്ലോ. കാരണം ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണത്തിലാവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് PK ഗോപാലകൃഷ്ണൻ CPIയുടെ വന്നു. ഈ ഗോപാലകൃഷ്ണ മേനോൻ വീണ്ടും മത്സരിച്ചു. പിന്നെ രാജൻ 4 തവണ, മീനാക്ഷി തമ്പാൻ, ഉമേഷ് ചള്ളിയിൽ വരികയാണ്. ഈ മീനാക്ഷി തമ്പാന് ശേഷം ഉമേഷ് ചള്ളിയിലും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ മറക്കാൻ പറ്റാത്ത ഒരാളാണ്. കാരണം ഉമേഷ് ചള്ളിയിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. നിയമസഭയിൽ ചെയ്യാൻ പറ്റില്ല. ഭരണഘടന അനുസരിച്ച് 2 തരത്തിലേ പറ്റുള്ളൂ. ഒന്ന് ദൃഢപ്രതിജ്ഞ,
2 ദൈവനാമത്തിൽ. അത് ദൈവനാമത്തിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് 16,008 ദൈവങ്ങളുള്ളതുകൊണ്ട് 16,008 ദൈവങ്ങളുടെ പേരിൽ ചെയ്യാൻ പറ്റില്ല. ദൈവനാമത്തിൽ ഇപ്പൊ തന്നെ ഈ ഉമേഷ് ചള്ളിലിന്റെ കേസ് ഹൈക്കോടതി വിധിച്ചതാണ്, സുപ്രീം കോടതി ശരിവെച്ചതുമാണ്. അദ്ദേഹത്തിനെ അയോഗ്യനാക്കി. അദ്ദേഹം അത് കുറെ കൊല്ലം ആ കേസ് നടന്നു. അദ്ദേഹം വാങ്ങിച്ച ശമ്പളം ഉണ്ടല്ലോ, ഇത് മുഴുവൻ തിരിച്ചടയ്ക്കാനായിട്ട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഭരണഘടനയെ മാനിച്ചില്ല, ഭരണഘടനയുടെ അന്തസ്സ് കെടുത്തി ഉമേഷ് ചള്ളി എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. അപ്പൊ ശ്രീനാരായണ ഗുരുവിന് അക്കാര്യത്തിൽ അദ്ദേഹത്തിനെ രക്ഷിക്കാനൊന്നും കഴിഞ്ഞില്ല. ഇപ്പോ തിരുവനന്തപുരത്ത് 20 കൗൺസിലർമാർ BJPയുടെ പെട്ട് കിടക്കുകയാണ്. കാരണം അവർ ബലിദാനികളുടെ പേരില്, സൗകര്യമുള്ള ദൈവങ്ങളുടെ പേരില് ഒക്കെ, ചട്ടമ്പി സ്വാമിയുടെ പേരിലോ ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ ഇത് സെറ്റിൽഡ് കേസാണെന്ന് നമ്മൾ പറയുമല്ലോ. സുപ്രീം കോടതി തീരുമാനിച്ചൊരു കേസാണ്. അപ്പോൾ ഡെമോക്രസിന്റെ വാള് ആ 20 പേരുടെ മുകളില് തൂങ്ങിക്കിടക്കുന്നുണ്ട്. ചെയ്തത് തെറ്റാണെന്ന് സുപ്രീം കോടതി വിധിച്ച് കഴിഞ്ഞതാണത്. ഇപ്പൊ കേസുണ്ട്, ആ 20 പേർക്കെതിരെ ദീപക് കൊടുത്ത കേസുണ്ട്. കോടതി കേട്ടപാടെ ചോദിക്കുകയും ചെയ്തു, എത്ര ദൈവങ്ങളുടെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്ന് കോടതി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു സൂചനയും ആണ്. അപ്പോൾ ഉമേഷ് ചള്ളിയിൽ എന്നെ നമ്മളങ്ങനെ ഓർക്കുന്നുണ്ട് അവിടെ നിന്ന്, ഇല്ലേ? നമ്മുടെ JSSന്റെ പിന്നെ JSSൽ ചേർന്നിട്ട് നമ്മുടെ വേണു ഇല്ലേ, നക്സലൈറ്റ് വേണു, അദ്ദേഹത്തിനും മത്സരിക്കാൻ ആഗ്രഹം വന്ന സ്ഥലമാണ് കൊടുങ്ങല്ലൂരൊക്കെ, അവരുടെ സ്ഥലമാണല്ലോ. അപ്പോൾ KP രാജേന്ദ്രൻ പിന്നീട് വന്നു. പിന്നെ TN പ്രതാപനാണ് ആ കോട്ട. ഉമേഷ് ചള്ളിയിലല്ല, അത് കോട്ട ഭേദിച്ച ആൾ TN പ്രതാപനാണ്. TN പ്രതാപൻ പിന്നെ പിന്നീട് VR സുനിൽകുമാറിൻ്റെ ഊഴമാണ്. സുനിൽകുമാർ മാറാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ VK രാജൻ്റെ പ്രതാപം, ആ പ്രതാപം ഒന്നും അവിടുത്തെ ആളുകൾ മറക്കാനും സാധ്യതയില്ല. ഞാൻ ഈ കീഴ്ത്തളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ മറ്റേ ലാമ്പ് വെച്ചു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ള വിശ്വാസത്തിൽ, മറ്റേ ഹിന്ദുമത വിശ്വാസത്തെ ഒന്നും തള്ളിപ്പറയുന്ന ആളല്ല എന്ന് അവസാനം പറയാൻ വേണ്ടിയാണ് ഞാനത് നേരത്തെ പറഞ്ഞത്. ഇപ്പം ഈ പറയുന്ന ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തെക്കുറിച്ചാണ്. ക്ഷേത്രത്തിൽ ഈ കുംഭമാസത്തിലെ ഭരണി നാൾ മുതൽ അത് മീനമാസത്തിലെ ഭരണി നാളിൽ അവസാനിക്കുന്ന പ്രധാനപ്പെട്ട ആഘോഷം കൊടുങ്ങല്ലൂർ ഭരണി. ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഈ കൊടുങ്ങല്ലൂർ ഭരണിയിൽ പങ്കെടുക്കാനായിട്ട് ആളുകൾ എത്തുന്നത്, കാവുതീണ്ടിലും അത്തരം കാര്യങ്ങളൊക്കെ. എന്തായാലും നമുക്ക് ഈ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം മാത്രം എടുത്തു കഴിഞ്ഞാലും 2016 VR സുനിൽകുമാർ CPIയെ പ്രതിനിധീകരിച്ചെത്തിയതാണ്. അദ്ദേഹത്തിന് അന്ന് ഭൂരിപക്ഷം കിട്ടിയത് 20,791 വോട്ടായിരുന്നു. KP ധനപാലനാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ചത്. 2021 തെരഞ്ഞെടുപ്പിലും വീണ്ടും VR സുനിൽകുമാറിന് തന്നെ CPI സീറ്റ് നൽകുകയാണ്. പക്ഷേ എതിരിടാനായിട്ട് അന്ന് കോൺഗ്രസ് നിശ്ചയിച്ചിരുന്നത് ജാക്സൺ എന്ന് പറയുന്ന നേതാവിനെ, MP ജാക്സണെതിരെ 23,893 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1000ഓളം വോട്ട് കൂടുതൽ നേടാനായിട്ട് VR സുനിൽകുമാറിന് സാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തവണ 2 തവണ മത്സരിച്ചുകൊണ്ട് ഒരുപക്ഷെ VR സുനിൽകുമാറിനെ മാറ്റാനുള്ള സാധ്യതയുണ്ട്. പകരം CPIയിലെ ഏത് നേതാവ് മത്സരിക്കുമെന്നുള്ളത് വലിയ ആശങ്കയാണ്. എന്തായാലും CPIയുടെ ഉറച്ചൊരു കോട്ടയായിട്ടാണ് പൊതുവെ കൊടുങ്ങല്ലൂരിനെ വിശേഷിപ്പിക്കുന്നത്. ഈ 2016 കണക്കെടുത്തു കഴിഞ്ഞാൽ മൊത്തം ഏതാണ്ട് 45% വോട്ടാണ് അവിടെ ഈ വിജയിച്ച സ്ഥാനാർത്ഥി കിട്ടിയത്. അതായത് മൊത്തം 79% വോട്ട് പോൾ ചെയ്തപ്പോൾ 45% വോട്ട് LDF സ്ഥാനാർത്ഥിക്ക് കിട്ടി. 2021 കണക്കെടുത്താൽ മൊത്തം 77% പോൾ ചെയ്തപ്പോൾ 47.99% വോട്ടാണ് VR സുനിൽകുമാറിന് ലഭിച്ചത്. എന്ന് പറഞ്ഞാൽ 23,893 വോട്ടിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഭൂരിപക്ഷം കൂടിയപ്പോൾ അവിടെ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിരുന്നു. എന്നിട്ടും അതിനകത്ത് ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് 2016 45,118 വോട്ട് ലഭിച്ചപ്പോൾ ജാക്സണ് 47,564 വോട്ട് ലഭിച്ചു. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ക്രമാനുഗതമായി വോട്ട് ഉയർത്തിയിട്ടുണ്ട് എന്നാണ് ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം. 2 തവണയും 2016 BDJS ആണ് അവിടെ മത്സരിച്ചത്. എന്നാൽ 2021 ആയപ്പോൾ സീറ്റ് BJP ഏറ്റെടുക്കുകയും BJPയുടെ സന്തോഷ്
ചെറുകുളം എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ BJPക്ക് അതിനനുസരിച്ചുള്ള ഒരു നേട്ടം ഉണ്ടായില്ല. കാരണം BDJS മത്സരിച്ചപ്പം 32,793 വോട്ട് ലഭിച്ചപ്പം BJP സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ 28,204 വോട്ട്. അതാണ് സാർ നേരത്തെ പറഞ്ഞ ഉമേഷ് ചള്ളിയിലൊക്കെ അവിടെ നിന്ന് JSSന്റെ പ്രതിനിധിയായിട്ട് മത്സരിച്ച് വിജയിച്ചാണ്. എന്ന് പറഞ്ഞാൽ SNDP വോട്ടുകൾക്ക് അല്ലെങ്കിൽ ഈഴോ വോട്ടുകൾക്ക് നിർണായകമായ ഒരു സ്വാധീനം ഈ മണ്ഡലത്തിലുണ്ട്. അത് ഈ VR സുനിൽകുമാർ മാറണം എന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിയോട് തോറ്റൊരു സ്ഥാനാർത്ഥി VS സുനിൽകുമാർ, വേറെ സുനിൽകുമാറിനും അവസരമുണ്ടല്ലോ. അവസരമുണ്ട്. ഇനി കൊടുങ്ങല്ലൂർ ചാലക്കുടി പാർലമെൻറ്റ് ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്നതാണ്. വളരെ പ്രശസ്തരായ ആൾക്കാർ അവിടെ നിന്ന് ലോക്സഭയിലേക്ക് പോയിട്ടുണ്ട്. പരമള്ളി ഗോവിന്ദമേനോൻ, PC ചാക്കോ, K കരുണാകരൻ. അതെന്താന്ന് വെച്ചാൽ ആ സമയത്ത് അതിന്റെ പേര് മുകുന്ദപുരം. അതെ. പിന്നെ കരുണാകരൻ, ലോനപ്പൻ തമ്പാട് മാഷ്, പിന്നെ ഇൻഡസെന്റ്, ഇങ്ങനെ ഇതാണ് പട്ടിക. ഏറ്റവും ഒടുവിൽ 1924 നമ്മുടെ ബെന്നി ബഹനാനാണ്. മുകുന്ദപുരത്തിന്റെ പ്രശസ്തമായ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനമ്പള്ളി ഗോവിന്ദമേനോനെ അവിടെ ജനാർദ്ദനൻ എന്ന് പറഞ്ഞ ആരും അറിയാത്തൊരു സ്ഥാനാർത്ഥി തോൽപ്പിച്ചു മുകുന്ദപുരത്ത്. പനമ്പള്ളി ജയന്റ് കില്ലേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ പനമ്പള്ളി ഗോവിന്ദം മേനോൻ പറഞ്ഞു, വലിയ ആളുകൾ വീഴാൻ പഴത്തൊല്ലിയിൽ ചവിട്ടിയാലും മതി. CG ജനാർദ്ദനൻ. പിന്നെ ഇത് ചാലക്കുടിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ അതിരപ്പള്ളി വെള്ളിച്ചാട്ടം, പിന്നെ കലാഭവൻ മണിയെ ഒന്ന് പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ആ പേരുകൾ പറയുകയാണ്. പിന്നെ ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ 2019 കൊടുങ്ങല്ലൂരിൽ ലഭിച്ച വോട്ട് വിഹിതം UDFൻ്റെയും LDFൻ്റെയും NDAയുടെയും. UDFന് 2019 42.7 ലഭിച്ചത്. 61,085 വോട്ടുകൾ ലഭിച്ചു. അതേസമയത്ത് LDFന് 34.5 ലഭിച്ചത്. 49,355 വോട്ടുകൾ. NDAക്ക് 20.8 29,732. അത് 2024 വരുമ്പോൾ 42.7 എന്നുള്ള 19 കണക്കിൽ നിന്ന് താഴ്ന്ന് 37.9 മാറുന്നു. 51,725 വോട്ടുകളാണ് അന്ന് UDFന് കിട്ടുന്നത്. LDFന് 34.5 ഉണ്ടായിരുന്നത് 2019 38.1 ആയിട്ട് മാറി. 52,091 വോട്ടുകളാണ് ലഭിച്ചത്. NDAക്ക് 20 എന്നതിൽ നിന്ന് 17.5 ആയിട്ട് NDAക്ക് കുറയുകയും ചെയ്തു. 23,836 വോട്ടുകൾ. ഇതാണ് കൊടുങ്ങല്ലൂരിൽ, ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിൽ കൊടുങ്ങല്ലൂരിൽ ലഭിച്ച വോട്ട് വിഹിതം ഇതാണ്. ഇനി ഏറ്റവും ഒടുവിലായി നടന്ന നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നോക്കുമ്പോഴും അവിടെ UDFന് 50,686 വോട്ടുകളാണ് UDFന് ലഭിച്ചിരിക്കുന്നത്. LDFന് ലേശം മേൽക്കോയ്മയുണ്ട്. ലേശമല്ല, 60,490 വോട്ടുകളാണ്. 10,000-ഓളം വോട്ടിൻ്റെ വർധനവ് ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ അവിടെയുണ്ട് സാർ. BJPക്ക് 36,026 വോട്ടുകളാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ചിത്രം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിച്ചാലോ സാർ? അതായത് കൊടുങ്ങല്ലൂര് മറ്റേ പലപ്പോഴും കോൺഗ്രസും UDFും ഒക്കെ ശരിക്കും കളം നന്നായിട്ട് ഉഴുതുമറിച്ചു കഴിഞ്ഞാൽ ജയിക്കാവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഈ VK രാജൻ ഒക്കെ വരുമ്പോൾ അതുപോലെ VK രാജനെയൊക്കെ നേരിട്ട് പരിചയപ്പെട്ടാൽ, കാരണം ഒരു എടുപ്പും ഒക്കെ സൈസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വലിയ ആക്സസിബിളാണ്, ആളുകൾക്ക് എന്തും പോയി പറയാവുന്ന, എങ്ങനെ വേണമെങ്കിലും കളിക്കാൻ അറിയാവുന്ന ആളുമൊക്കെ ആയിരുന്നു. അങ്ങനെയാണ്. അപ്പോൾ നല്ല സ്ഥാനാർത്ഥികൾ, കഴിഞ്ഞോണൊന്നും നല്ല സ്ഥാനാർത്ഥിയല്ലല്ലോ, ഒരു നല്ല സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ശ്രമിച്ചു നോക്കാവുന്നൊരു സ്ഥലമാണത്. കാരണം അവിടെ NDAക്ക് അത്യാവശ്യം വോട്ടൊക്കെ ഉള്ള സ്ഥലമാണല്ലോ. ഒരു ഹിന്ദുത്വ കൂടി വിളയാൻ സാധ്യതയുള്ളൊരു പതുക്കെ സാധ്യതയുള്ള സ്ഥലമാണ് ഈ കൊടുങ്ങല്ലൂര്. അപ്പോൾ അതുകൊണ്ട് മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന സ്ഥലം തന്നെയാണത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.